ഈ പ്രമേഹ ദിനത്തിൽ പ്രമേഹ രോഗികൾ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു 10 ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ? തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾ നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ എന്താ മെച്ചം എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അവിടെ നിലനിൽക്കുകയും ഈ ഷുഗർ നമ്മുടെ രക്തത്തിൽ നിന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കുന്നത് കുറയുകയും ചെയ്യും. അപ്പം അതെന്താവും, ഈ പ്രമേഹത്തിനെ ഒരു സ്റ്റെബിലൈസ് ചെയ്യാനും നിയന്ത്രിക്കാനും സഹായിക്കും. നമ്മളെ ചീര ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് വളരുന്ന ചീര, ഇതിനെ നമുക്ക് നമ്പർ 1 ഫുഡ് എന്ന് പറയാം കേട്ടോ. ഇഷ്ടം പോലെ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടല്ലോ. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴും മറ്റു ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ചീര നന്നായിട്ട് ഉൾപ്പെടുത്തുക. കാരണം എന്താ പറയുക, ഇതിൽ ഒരുപാട് നാര് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ചീര എന്നുള്ളത്. നമ്മളെ സദ്യ നല്ലൊരു ഹെൽത്തി സദ്യയാക്കി മാറ്റിയാലോ? നമ്മൾ ഈ വെള്ള അരി ഉപയോഗിക്കുന്നതിന് പകരം ഒരു ബ്രൗൺ റൈസ് ഉപയോഗിക്കുക, അല്ലെ മട്ടരി ഉപയോഗിക്കുക. നാരടങ്ങിയ അരി ഉപയോഗിച്ച് സദ്യ ഉണ്ടാക്കിയാൽ എന്ത് അടിപൊളിയായിരിക്കും. നമ്മുടെ സദ്യ ഒരു ഹെൽത്തി സദ്യയായിട്ട് മാറും. വെള്ളരിയിൽ നാര് അധികം അടങ്ങിയിട്ടില്ല, മറ്റേതിൽ നാര് അടങ്ങിയിട്ടുണ്ട്. നാര് അടങ്ങാത്ത ഭക്ഷണം എത്തിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുക ചെയ്യുക, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുക ചെയ്യുക. എന്നാൽ നാരടങ്ങിയ ഭക്ഷണം കഴിച്ചാലോ അത് ഷുഗറിനെ ഒരു ബാലൻസ്ഡായി നിലനിർത്താൻ സഹായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ വെള്ള അരിക്ക് പകരം നമ്മൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ക്വിൻവ പോലത്തെ ഹോൾ ഗ്രെയിൻസ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കറുവപ്പട്ട കൊണ്ടൊരു ചായ ഉണ്ടാക്കി കുടിച്ചാലോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ കറുവപ്പട്ട മിക്സ് ചെയ്യാമല്ലോ. ഇനി എത്ര വേണമെങ്കിലും കറുവപ്പട്ട എടുത്ത് കഴിച്ചാലോ? ഷുഗർ നിയന്ത്രിക്കാൻ നല്ല ഭക്ഷ്യവസ്തുവാണ്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഉൾപ്പെടുത്തുക. കറുവപ്പട്ട കൊണ്ട് ചായ ഉണ്ടാക്കുമൊക്കെ അല്ലേ, ഒന്ന് മധുരം ഇടാതെ. അപ്പോൾ മധുരത്തിൻ്റെ ആ ടേസ്റ്റിനെ, മധുരമില്ലാത്തതിൻ്റെ ആ ടേസ്റ്റില്ലായ്മ മറികടക്കാൻ കറുവപ്പട്ട കൊണ്ട് സാധ്യമാവുകയും ചെയ്യും. നമ്മുടെ ആരോഗ്യത്തിന് ബെനിഫിഷ്യലും ആയിരിക്കും. ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ? ബദാം, കാഷ്യൂ, വാൾനട്ട്, ഉപ്പിടാത്ത ബദാം, ഉപ്പിടാത്ത കാഷ്യൂ കേട്ടോ, നല്ലൊരു സ്നാക്കാണ്. നമ്മുടെ രക്തത്തിലേക്ക് രക്തത്തിൽ നിന്നും ഷുഗർ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന തടയാൻ സഹായിക്കുന്ന നാരുകൾ, ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷ്യവസ്തുക്കളാണത്. കുറച്ച് ഓവറൊന്നും കഴിക്കണ്ട, ഒരു 10 പീസൊക്കെ ആയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 50 ഗ്രാമിൽ താഴെയായിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടും. നമ്മൾ വീട്ടിൽ തെങ്ങ് പറിക്കുന്ന ദിവസം നമ്മൾ പൂണ്ട് കഴിക്കില്ലേ, തേങ്ങ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ പൂണ്ട് കഴിച്ചാൽ ഒരുപാട് നാര് അടങ്ങിയിട്ടുണ്ട്, നല്ല കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആവാം കേട്ടോ. തേങ്ങ കൊണ്ടുള്ള എന്ത് വിഭവവും നമുക്ക് പ്രമേഹ രോഗികൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്, യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ തൈര്, പ്രത്യേകിച്ച് ഗ്രീക്ക് യോഗട്ട് എന്ന് പറയും, വളരെ നല്ലതാണ്. ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, പിന്നെ പ്രൊബയോട്ടിക്സും അടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഒരുപാട് ഗുണമാണ്. നമ്മൾ വയറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് പ്രോട്ടീൻ കൊണ്ടൊക്കെ. ഫ്രൂട്ട്സിൻ്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബോക്സിൽ കുറച്ചാട് സൂക്ഷിച്ചൊരു സംഭവം കണ്ടിട്ടുണ്ടോ? സ്ട്രോബെറീസ്. കുറച്ച് വില ഉണ്ട്, പക്ഷേ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. വല്ല പ്രമേഹ രോഗികൾക്കും നിങ്ങൾക്കൊരു വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ പലഹാരം കൊണ്ടുവരുന്നതിന് പകരം കുറച്ച് സ്ട്രോബെറി കൊണ്ടുപോയാൽ മതി. അവിടെ ബാക്കി അംഗങ്ങളുടെ അവരും കഴിക്കട്ടെ. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ടാണ്, പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്ഫുള്ളായിട്ടുള്ള ഫ്രൂട്ടാണ്. തറവാട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരു കരുവാറ്റക്കറി എന്ന് പറഞ്ഞൊരു കറിയുണ്ട്. എൻ്റെ എളാപ്പൻ്റെ ഇഷ്ടവശ പരിപ്പ് കറി, നല്ല ടേസ്റ്റാണ്. ഈ പരിപ്പ് നമ്മളെ ഹെൽത്തിന്, നമ്മളെ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. നമുക്ക് പരിപ്പ് കറി ധാരാളം ഉപയോഗിക്കാം. മറ്റെല്ലാ കറികളും കഴിക്കുന്നതിനേക്കാളും നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ, നമ്മുടെ ആരോഗ്യത്തിനും ഒരുപാട് പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ നാരും അടങ്ങിയ ഒരു സംഭവമാണത്. ഇതൊക്കെ സാമ്പാറും മറ്റേതൊക്കെ ഉണ്ടാക്കിയാൽ ഈ മുരിങ്ങൻ്റെ സ്റ്റിക്ക് കണ്ടാൽ ഞാനായിട്ട് എടുത്ത് കളയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കളയാറില്ല. കാരണം അത്രയും നല്ലൊരു ഹെൽത്തി പവർ ഹൗസാണ് മുരിങ്ങ എന്ന് പറഞ്ഞാൽ. ഒരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മിനറൽസ്, വൈറ്റമിൻസ് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഈ മുരിങ്ങ പ്രമേഹ രോഗ നിയന്ത്രണത്തിനും വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ മുരിങ്ങൻ്റെ പൊറോട്ട ഉണ്ടാക്കി കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ കിട്ടുകയെന്നറിയില്ല, കിട്ടിയാൽ കഴിച്ച് നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. മീനോ പൊതി മീനോ,
നമ്മളെ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയും കേൾക്കുന്നൊരു വിളിയാണ് മീൻ മീൻ മീൻ. ഒരുപക്ഷെ നമ്മൾ മലയാളിയുടെ ദീർഘായുസിൻ്റെ രഹസ്യം ചിലപ്പോൾ മീനായിരിക്കും. മീനിൽ പ്രത്യേകിച്ച് അയല, മത്തി പോലത്തെ മീനുകളിലൊക്കെ, പിന്നെ സാൽമൺ മീനുണ്ട്, അതിപ്പോൾ നമുക്ക് താങ്ങൂല വില കൊണ്ട്. ഇതിലൊക്കെ നമുക്ക് വേണ്ട omega-3 ഫാറ്റി ആസിഡ്, omega-6 ഫാറ്റി ആസിഡ്, മറ്റ് ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയ നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരുപാട് ഭക്ഷണങ്ങളുണ്ട്. എല്ലാം കൂടിയും പറഞ്ഞാലേ എനിക്ക് ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. ബൈ.